നമ്മൾ ഡിഗ്രി ലെവൽ എക്സാംസുകളിൽ വളരെ പ്രധാനമുള്ളത് ഒഴിച്ചുകൂടാനാവാത്തതുമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പഞ്ചവത്സര പദ്ധതികൾ. ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം, അതായത് 1951-56 കാലഘട്ടത്തിലായിരുന്നു ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി. അതിൽ കാർഷിക വികസനമായിരുന്നു ഊന്നൽ നൽകിയ വിഷയം. എന്നാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി നടന്നത് 1956-61 ആണ്. അത് വ്യാവസായിക വികസനമാണ് അതിനകത്ത് ഊന്നൽ നൽകിയത്. എന്നാൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1961-നും 66-നും ഇടയ്ക്കാണ്. ഭക്ഷ്യപര്യാപ്തതയും സ്വയം വളർച്ചാ നിരക്കും വർദ്ധിപ്പിക്കുന്നതും സാമ്പത്തിക വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്നതുമായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം. എന്നാൽ നാലാം പഞ്ചവത്സര പദ്ധതി 1969-74 കാലഘട്ടത്തിൽ, അതൊന്നും നമ്മൾ മനസ്സിലാക്കണം. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961-66 നാലാം പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് 1969-നും 74-നും ഇടയ്ക്കാണ്. അതായത് അതിൻ്റെ ഇടയ്ക്കൊരു 3 വർഷത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം. പിന്നെ സ്ഥിരതയുള്ള വളർച്ചയും സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതും നാലാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകതയാണ്. പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നതിനകത്തെ ആദ്യത്തെ 4 അതിൻ്റെ ലക്ഷ്യങ്ങളും ആയിരുന്നു നമ്മൾ പറയുന്നത്. 1951-56 ആയിരുന്നു ആദ്യത്തെ കാർഷിക വികസനം എന്ന് പറയുന്നത്. അപ്പം രണ്ടാമത്തേനകത്ത് വ്യവസായ വികസനം, മൂന്നാമത്തേത് ഭക്ഷ്യപര്യാപ്തതയും സ്വയം വളർച്ചാ നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക വ്യവസ്ഥ കെട്ടിപ്പടുക്കുക. നാലാമത്തേൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്ഥിരതയുള്ള വളർച്ചയും സ്വയം പര്യാപ്തതയും കൈവരിക്കുക എന്നതായിരുന്നു. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത് ഒരു ഹോട്ട് ടോപ്പിക്കാണ്. എല്ലാവരും പഠിച്ചിട്ട് പോവുക.